DD കിസാൻ, മാറുന്ന ഭാരതത്തിന്റെ അഭിമാനം. വക്രതുണ്ട മഹാകായം സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവഥ. ഈ ഇച്ഛയോടും പ്രാർത്ഥനയോടും ഒരിക്കൽ കൂടി കൃഷി ചൗപ്പാൽ എത്തിയിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ. ദേശീയ മഖാന ഗവേഷണ കേന്ദ്രം ദർഭംഗയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ മഖാനയെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ജലാശയത്തിൽ ഒരു വിത്ത് ഇടുക, പിന്നെ 8-9 മാസത്തെ അധ്വാനത്തിന് ശേഷം ചെടിയിൽ കായ പിടിക്കുക. പിന്നെ ഈ ശ്രമം വളരെ വലുതാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജോലി സർക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രത്യേക വിധത്തിലുള്ള ശ്രമമാണ്. അത് നിരന്തരം സർക്കാർ മുഖേന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ചെയ്യുന്നുണ്ട്. ഈ ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഇന്ന് നമ്മൾ കൃഷി ചൗപ്പാൽ മുഖേന ചെയ്യുന്നതാണ്. ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. അത് മുഖേന മഖാന എന്നത് അടുത്തു നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ ശ്രമങ്ങളെ, അധ്വാനത്തെ മനസ്സിലാക്കാം. സർക്കാർ ചെയ്യുന്ന ശ്രമങ്ങൾ ഒരു റിപ്പോർട്ട് നിങ്ങളെ കാണിക്കാം. മഖാന, ഇതിനെ കറുത്ത വജ്രം എന്നും പറയുന്നു. ജലത്തിൽ വളരുന്ന ഒരു തരം ചെടിയാണ്. നമ്മുടെ രാജ്യത്ത് 80% മഖാനയുടെ കൃഷി ബീഹാറിലാണ് ചെയ്യുന്നത്. ബീഹാറിൽ മഖാന ഉത്പാദിപ്പിക്കുന്നവരിൽ മുഖ്യ ജില്ലകൾ ദർഭംഗ, മധുബനി, സഹരസ, സുപോൾ, അരരിയ, സീതാമണി, കിഷൻഗഞ്ച്, പുനിയ, പിന്നെ കഠിയാർ എന്നിവയാണ്. കൃഷിയെക്കുറിച്ച് പറഞ്ഞാൽ മഖാനയുടെ കൃഷി വെള്ളം കെട്ടിക്കിടക്കുന്ന മേഖലകളിൽ അതിന്റെ ആഴം 4 മുതൽ 6 അടി വരെ ആയിരിക്കണം. അല്ലെങ്കിൽ വയലുകളിൽ മറ്റ് വിളകളെപ്പോലെ തന്നെയാണ് ചെയ്യുന്നത്. മഖാനയുടെ കൃഷിക്കും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും സർക്കാർ നല്ല പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഇത്തവണത്തെ ബജറ്റിൽ ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കുന്നതിനായി പ്രഖ്യാപനം നടത്തി. ഈ ബോർഡ് മഖാനയുടെ ഉൽപാദനം, സംസ്കരണം, വിപണനം എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്നതാണ്. മഖാന കർഷകരെ കാർഷിക ഉൽപാദക സംഘടനകളുമായി സഹകരിപ്പിക്കുക എന്നത് ഈ ബോർഡിന്റെ ഉദ്ദേശമാണ്. ഒപ്പം തന്നെ മഖാനയുടെ ഉൽപാദനവും ഗുണനിലവാരവും ഉയർത്തുക, പ്രോസസിംഗ്, ടെക്നോളജി എന്നിവ ഉപയോഗിച്ച് വൈഷമ്യങ്ങളെ അകറ്റുക എന്നതും മഖാന ബോർഡിന്റെ ഉദ്ദേശമായിരിക്കും. അടുത്തയിട കൃഷിമന്ത്രി ദർഭംഗയിൽ ദേശീയ മഖാന ഗവേഷണ കേന്ദ്രത്തിൽ ഒരു സംവാദ പരിപാടിയിൽ മഖാന കർഷകരിൽ നിന്ന് നിർദ്ദേശവും സ്വീകരിച്ചു. അദ്ദേഹം ദർഭംഗയിൽ തടാകത്തിലിറങ്ങി മഖാന ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരിൽ നിന്ന് നേരെ ചർച്ചയും ചെയ്തു. മഖാന കൃഷിയുടെ എല്ലാ പ്രക്രിയകളും മനസ്സിലാക്കി മഖാന ഉൽപാദനത്തിൽ വരുന്ന വൈഷമ്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനോടൊപ്പം തന്നെ കർഷകരിൽ നിന്ന് നിർദ്ദേശവും സ്വീകരിച്ചു. കൃഷിമന്ത്രി ഓഫീസർമാർക്ക് നിർദ്ദേശവും നൽകി. ICAR-ഉം കൂടാതെ ഗവേഷണ കേന്ദ്രവും മുള്ളുകളില്ലാത്ത മഖാന വികസിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കണമെന്ന്, അങ്ങനെയുള്ള യന്ത്രങ്ങൾ നിർമ്മിക്കണം, ഉള്ളിലുള്ളവ നിഷ്പ്രയാസം വെളിയിൽ കൊണ്ടുവരുന്നതിനായി. മഖാനയുടെ മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ്, പിന്നെ പാക്കേജിംഗ് എന്നിവ എങ്ങനെ ചെയ്യണം, ഇതിലും സഹകരണം നൽകുന്ന കാര്യം കൃഷിമന്ത്രി പറഞ്ഞു. മഖാന ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ പരിശീലനത്തിനായും പ്രവർത്തിക്കുന്നതായിരിക്കും. ഡീറ്റെയിൽ റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ റിപ്പോർട്ടിന് ശേഷം എനിക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. എന്നോട് ഇത് പറയൂ, ഇനി നിങ്ങൾ മഖാന എത്ര തവണ കഴിക്കും? ദിവസത്തിൽ ഒരു പ്രാവശ്യം കഴിക്കുമോ? ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുമോ? മാസത്തിൽ? അല്ലെങ്കിൽ പിന്നെ 365-ൽ 300 ദിവസവും? ഞാൻ ഇതുകൊണ്ടാണ് പറയുന്നത്, കാരണം രാജ്യത്തലവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 365 ദിവസത്തിൽ 300 തവണ മഖാന കഴിക്കുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മഖാനയെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെ ഇതിനെ ലോക്കലിൽ നിന്ന് ഗ്ലോബൽ തലത്തിലെത്തിക്കാം, എങ്ങനെ ആഗോള ഭൂപടത്തിൽ ഈ മഖാനയുടെ മുദ്ര മായാതെ നിർത്താം, വളരെയധികം കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മനസ്സിലുള്ളത് പറഞ്ഞു ഈ മഖാനയെക്കുറിച്ച്. ഇത് കേൾക്കേണ്ടത് വളരെ ആവശ്യമാണ്. अब बारी
बिहार के मखाना की है। मखाना आज देश के शहरों में सुबह के नाश्ते का प्रमुख अंग हो चुका है। मैं भी 365 दिन में से 300 दिन तो ऐसे होंगे कि मैं मखाना जरूर खाता हूं। ये एक सुपर फूड है जिसे अब दुनिया के बाजारों तक पहुंचाना है। അപ്പോൾ വരൂ ഇനി നമുക്ക് ആരംഭിക്കാം പ്രോഗ്രാമിന്റെ ഫസ്റ്റ് സെഷൻ. ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഖാനയുടെ ഉൽപാദനത്തെക്കുറിച്ചാണ്, ഉന്നത ടെക്നിക്കുകളെ കുറിച്ചാണ്. മഖാനയുടെ ഉന്നത ഉൽപാദനത്തിന്റെ ടെക്നിക്കുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇവിടെ എന്നോടൊപ്പമുണ്ട് ചില വിശിഷ്ട അതിഥികളുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എന്നോടൊപ്പം ഡോക്ടർ മനോജ് കുമാർ, സീനിയർ സയന്റിസ്റ്റ് ആണ്, നാഷണൽ മഖാന ഗവേഷണ കേന്ദ്രം. ഡോക്ടർ മനോജ്, സ്വാഗതം അങ്ങേക്ക്. എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ BR ജാന സാർ, സീനിയർ സയന്റിസ്റ്റ് ആണ്, നാഷണൽ മഖാന ഗവേഷണ കേന്ദ്രം ദർബംഗയിൽ നിന്ന്. ഡോക്ടർ ജാന, സ്വാഗതം അങ്ങേക്ക്. എന്നോടൊപ്പം ചേരുന്നു SM റൌട്ട് സാർ, സയന്റിസ്റ്റ് ആണ്, ദേശീയ മഖാന ഗവേഷണ കേന്ദ്രം ദർബംഗയിൽ നിന്ന്. സാർ, അങ്ങേക്കും സ്വാഗതം. നമസ്കാരം. ഏറ്റവും അടുത്ത് താങ്കളാണ് ഇരിക്കുന്നത്. അപ്പോൾ ആരംഭം താങ്കൾ തന്നെ കുറിക്കൂ. അപ്പോൾ ഡോക്ടർ മനോജ്, മഖാനയുടെ കൃഷിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ബീഹാർ ഇതിന് വളരെ പ്രശസ്തമാണ്. അപ്പോൾ ബീഹാറിലെ കൃഷി, ബീഹാറിലെ ഭൂമി എന്തുകൊണ്ട് വ്യത്യസ്തമാണ്? എന്ത് പ്രത്യേകതയാണ് ഈ ഭൂമിക്ക്? തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ രാജ്യത്തെ മൊത്തം മഖാന ഉൽപാദനത്തിലെ ഏകദേശം 85% അല്ലെങ്കിൽ അതിൽ കൂടുതലും ബീഹാറിൽ നിന്നാണ്. പ്രത്യേകിച്ച് മിഥില മേഖലയിലാണ്. പാഗ് പൊഖാരി മാച്ച് മഖാൻ എന്നാണ് പറയുന്നത്. ഇതാണ് മിഥിലയുടെ ഐഡന്റിറ്റി. അതിനാൽ മഖാന നമ്മുടെ മിഥിലയുടെ ഐഡന്റിറ്റിയാണ്. ഇന്ന് മിഥിലയിലെ മഖാന വീണ്ടും ലോക ഭൂപടത്തിൽ മിഥില മേഖലയെ സ്ഥാപിച്ചു എന്നത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ് എന്നൊരു ചൊല്ല് ഇവിടെ വളരെ പ്രചാരത്തിലുണ്ട്. തീർച്ചയായും നമ്മുടെ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. അത് വളരെ അനുകൂലമായതിനാൽ മഖാന കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണ് വളരെ ഫലഭൂയിഷ്ടമാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇവിടെ കുളങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. പരമ്പരാഗതമായി മഖാന കുളങ്ങളിലാണ് കൃഷി ചെയ്തിരുന്നത്. പരമ്പരാഗതമായി മഖാന കൃഷി ചെയ്തിരുന്ന ഇവിടുത്തെ കുളങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇതിനു പുറമെ നമ്മുടെ വടക്കൻ ബീഹാർ മേഖലയിലും മിഥില മേഖലയിലും മറ്റ് പ്രവിശ്യകളെ അപേക്ഷിച്ച് ജലലഭ്യത ആനുപാതികമായി കൂടുതലാണ്. ഇവയെല്ലാം കൂടാതെ ഇവിടെ സഹായകരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഖാനയുടെ കൃഷിക്ക് മിഥിലയിലെ കർഷകർക്കും ഇവിടുത്തെ തൊഴിലാളികൾക്കും മഖാനയുടെ ഉൽപ്പാദനത്തിനും സംസ്കരണത്തിനും ആവശ്യമായ കഴിവുകൾ ഉണ്ട് എന്നതാണ്. ശരി, നമ്മോടൊപ്പം ചില കർഷക സഹോദരങ്ങൾ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു രാംപ്രസാദ് സാനി സാർ, ബിറോൾ ദർബംഗയിൽ നിന്നാണ്. രാംപ്രസാദ് ജി, സ്വാഗതം അങ്ങേക്ക്. ചോദ്യം ചോദിച്ചോളൂ. പരമാവധി ലാഭം ലഭിക്കുന്നതിനായി മഖാന ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെ പുതിയ സാങ്കേതിക മാറ്റങ്ങളാണ് വരുത്തിയത്? ഒന്നാമതായി നമ്മുടെ ദേശീയ മഖാന ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ സ്വർണ്ണവൈദേഹി ഇനത്തിൻ്റെ വികസനമാണ്. ഹെക്ടറിന് 28 മുതൽ 30 ക്വിൻ്റൽ വരെ ഉൽപ്പാദിപ്പിക്കുന്ന ഉയർന്ന ഉൽപ്പാദനശേഷിയുള്ള ഇനമാണ് സ്വർണ്ണവൈദേഹി. പരമ്പരാഗതമായി കുളങ്ങളിൽ മഖാന കൃഷി ചെയ്തിരുന്നപ്പോൾ അതിൻ്റെ ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് 14 മുതൽ 16 ക്വിൻ്റൽ വരെ ആയിരുന്നു. എന്നാൽ ഞങ്ങളുടെ മെച്ചപ്പെട്ട ഇനം സ്വർണ്ണവൈദേഹി കൃഷി ചെയ്താൽ നിങ്ങൾക്ക് ഹെക്ടറിന് 28 മുതൽ 30 ക്വിൻ്റൽ വരെ ഉൽപ്പാദനക്ഷമത ലഭിക്കും. അടുത്ത കാലത്തായി ഈ പ്രദേശം കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സ്വർണ്ണവൈദേഹി വെറൈറ്റിക്ക് അതിൽ വളരെ പ്രധാനപ്പെട്ട സംഭാവനയുണ്ട്. ഇതിനു പുറമെ സംഭവിച്ച മറ്റ് മാറ്റങ്ങൾ, പരമ്പരാഗതമായി കുളങ്ങളിലാണ് മഖാന കൃഷി ചെയ്തിരുന്നത്, ഇപ്പോൾ വയലുകളിൽ ഈ കൃഷി സാധ്യമായിരിക്കുന്നു എന്നതാണ്. കുറഞ്ഞ വെള്ളത്തിൽ, 1 അടി വെള്ളത്തിൽ, 1.5 അടി വെള്ളത്തിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മഖാന വളരെ വിജയകരമായി കൃഷി ചെയ്യാൻ കഴിയും. ഇതിനു പുറമെ മണ്ണ് സംരക്ഷണത്തിനായുള്ള പുതിയ സാങ്കേതികവിദ്യ, ഭൂമി ജല സംരക്ഷണത്തിനായുള്ള സാങ്കേതികവിദ്യ, കൂടാതെ പോഷണ പരിപാലനത്തിനുള്ള സാങ്കേതികവിദ്യ എന്നിവ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവയെല്ലാത്തിനും പുറമെ ധാരാളം കർഷകർക്ക് ഞങ്ങൾ സാങ്കേതിക പരിശീലനവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മഖാന കൃഷി, മഖാന സംസ്കരണം എന്നിവയിൽ 3000-ലധികം കർഷകരെ ഞങ്ങൾ പരിശീലിപ്പിച്ചിട്ടുണ്ട്.
കൂടാതെ അവർക്ക് ആവശ്യമായ മറ്റ് എല്ലാ സാങ്കേതിക പിന്തുണയും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ മഖാന കൃഷി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിവേഗം വികസിച്ചു. അതേസമയം നിങ്ങളുടെയും മഖാന കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള മറ്റ് കർഷകരുടെയും വരുമാനവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഡോക്ടർ ജാന എന്നോടൊപ്പമുണ്ട്. ഡോക്ടർ ജാന, സത്യത്തിൽ മഖാനയുടെ കൃഷിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. മഖാനയുടെ കൃഷി കൂടാതെ മറ്റെന്തെങ്കിലും വിള നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും ചെയ്യാവുന്നതാണ്. അഥവാ നമ്മൾ സിയാറയുടെ കൃഷി ചെയ്താൽ അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻകം ലഭിക്കുന്നതാണ്. അതിനായി മറ്റൊരു നേഴ്സറി അതും നമ്മൾ തയ്യാർ ചെയ്യേണ്ടതാണ്. കാരണം ഇത് UK കൃഷിയാണ്. ഒരു ക്രോപ്പിന് ശേഷം മറ്റൊരു ക്രോപ്പ് എടുക്കുക എന്നത്. പിന്നെ അത് കൂടാതെ വയലിൽ വർഷത്തിൽ മുഴുവൻ വെള്ളം ഒക്ടോബർ വരെ ഉണ്ടാകും. അതിൽ പിന്നെ നമ്മൾ ആഗസ്റ്റ് വരെ ഈ വിള മഖാനയുടെ അതുണ്ടാകും. അതിനുശേഷം നമ്മൾ റൈസിൻ്റെയും കൃഷി ചെയ്യാവുന്നതാണ്. പിന്നെ നവംബറിന് ശേഷം അഥവാ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് ആ പാടത്ത് നമുക്കവിടെ ഗോതമ്പ് കൃഷി ചെയ്യാം. അപ്പോൾ നിരന്തരം നമ്മോടൊപ്പം കർഷക സഹോദരങ്ങളും ചേരുന്നു, ചില സഹോദരിമാരും ചേരുന്നുണ്ട്. അവരുടെ ചോദ്യങ്ങളും ഉൾപ്പെടുത്താം. റീനാജി നമ്മോടൊപ്പം ചേരുന്നു. റീന കുമാരി, സ്വാഗതം. അങ്ങേക്ക് ചോദ്യം ചോദിച്ചോളൂ. നമസ്കാരം സർ, ഞാൻ സദർ ബ്ലോക്കിൽ നിന്നുള്ള റീന കുമാരിയാണ്. എന്റെ ചോദ്യം ഇതാണ് സർ, മഖാന ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ഞാൻ എന്തൊക്കെ ഇനങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്? സ്വർണ്ണ ബൈദേഹി അത് മഖാനയുടെ ആദ്യത്തെ വെറൈറ്റിയാണ്. അത് ഞങ്ങളുടെ റിസർച്ച് സെന്റർ, നാഷണൽ റിസർച്ച് സെന്റർ ഫോർ മഖാനയിൽ നിന്ന് 2006 പുറത്തിറക്കിയതാണ്. ആ വെറൈറ്റി വളരെ നല്ല വെറൈറ്റിയാണ്. അതിൻ്റെ ഉൽപാദനത്തിൻ്റെ ഒരു ക്ഷമത അത് 27 കിൻഡൽ മുതൽ 30 കിൻഡൽ വരെ ഹെക്ടർ ഒന്നിനെന്നാണ്. പിന്നെ ഇതിൻ്റെ പ്രോട്ടീൻ ശതമാനം ഇത് 8.0% മുതൽ 8.5% വരെ പ്രോട്ടീൻ കിട്ടും. പിന്നെ ഇത് കൂടാതെ ഈ ഒരു വെറൈറ്റി ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ് പിന്നെ ഈ മഗ്നീഷ്യം, കാൽസ്യം ഇവയും നല്ല അളവിൽ ലഭിക്കുന്നുണ്ട്. ഈ വെറൈറ്റി ഇത് ഇപ്പോൾ തീർത്തും അത് ഫീൽഡിലുള്ള മഖാനയുടെ കൾട്ടിവേഷൻ ഉള്ളത് അതിൽ കൂടുതലും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വെറൈറ്റി ഇത് വളരെ ജനപ്രിയമാണിത്. അഥവാ ഈ വെറൈറ്റി നിങ്ങൾ സ്വന്തമാക്കിയാൽ അപ്പോൾ നിങ്ങളുടെ ഈ വരുമാനം എന്നത് അതിൽ വർധനവുണ്ടാകും. ശരി, അപ്പോൾ വരുമാനം വർദ്ധിക്കും, ഉൽപാദനവും വർദ്ധിക്കും, പക്ഷേ ചിലവ് കുറവായിരിക്കും. ഇതാണ് ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. റൌട്ട് സാർ നമ്മോടൊപ്പമുണ്ട് ഇവിടെ. റൌട്ട് സാർ, കുളത്തിലേക്ക് നമുക്ക് പോയേ തീരൂ. മഖാന അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് നമ്മൾ. അപ്പോൾ ഒരു സൈഡിൽ മത്സ്യ വളർത്തലിന് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കൃഷി ചോപ്പാലിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. മഖാന കൃഷി ഉള്ളിടത്ത് മത്സ്യകൃഷിയുമുണ്ട്. ബീഹാറിലെ ഈ പ്രദേശത്തിൻ്റെ ഏകദേശം 8 ലക്ഷം ഹെക്ടർ പ്രദേശം വാട്ടർ ലോക്ക് കണ്ടീഷനിലാണ്. ഇതുവരെ നമുക്ക് 1 ലക്ഷം കൃഷിഭൂമി പോലും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൽ മഖാന കൃഷിക്കുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അതിൽ നമുക്ക് മത്സ്യകൃഷിയും ചെയ്യാം, രണ്ടിൻ്റെയും സമയകൃഷിയും ചെയ്യാം. ഈ സംയോജിത അക്വാകൾച്ചർ സമ്പ്രദായത്തിൽ ആഴത്തിനനുസരിച്ച് നമുക്ക് മത്സ്യകൃഷി നടത്താം. മത്സ്യത്തെ തിരഞ്ഞെടുക്കാനും കഴിയും. കൃഷിരീതി ലോക്ക് റീഡിംഗ് പോലെ പല കർഷകരും കൃഷി ചെയ്യുന്നു. അതിൻ്റെ ആഴം ഏകദേശം 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെയാണ്. അവിടെയും നമുക്ക് കുറച്ച് മത്സ്യ വളർത്തൽ നടത്താനാകും. ക്രാബ് കൾച്ചറും ചെയ്യാം, കൃഷിയും ചെയ്യാം. ഗോതമ്പ്, കറ്റാൽ, മിർഗൽ എന്നിവ പോലെ നമുക്ക് ഈ ഇനങ്ങൾ മഖാനയ്ക്കൊപ്പം ഉപയോഗിക്കാം. കൂടാതെ മഖാനയുടെ ആഴത്തിലുള്ള കൃഷി സമ്പ്രദായത്തിൽ കാരി മത്സ്യം, എരിവാള തുടങ്ങിയവയും നമുക്ക് വളർത്താവുന്നതാണ്. അപ്പോൾ ശരി, ചില കർഷകരും എന്നോടൊപ്പം ചേരുന്നുണ്ട്. ധീരേന്ദ്രകുമാർ എന്നോടൊപ്പം ചേരുന്നു. കാംതോളിൽ നിന്നാണ് വരുന്നത്. സർ, മത്സ്യകൃഷി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് എത്ര വരുമാനം നേടാനാകും? നോക്കൂ, മഖാനയ്ക്കൊപ്പം മത്സ്യകൃഷിയും നടത്തിയാൽ നമുക്ക് ഇരട്ടി വരുമാനം ലഭിക്കും. മഖാനയുമായി ബന്ധപ്പെട്ട നിരവധി കർഷകരുണ്ട്. ചിലർ മഖാനയുമായി ബന്ധപ്പെട്ടവരാണ്, ചിലർ മത്സ്യകൃഷിയും മഖാനയുമായി ബന്ധപ്പെട്ടവരാണ്. ഏകദേശം 1 ഹെക്ടർ മുതൽ 2 ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള ചില കർഷകരുമുണ്ട്. അവർ മഖാന കൃഷിയും മത്സ്യകൃഷിയും ചെയ്യുന്നു. അവർ രണ്ടും പ്രയോജനപ്പെടുത്തുന്നു. ശൈത്യകാലത്ത് മഖാന വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുകയും മത്സ്യം വിളവെടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരേ ജലസ്രോതസ്സുകളിൽ നിന്ന് ഒരേ രാജ്യത്തെ
പ്രകൃതി സമ്പത്ത് ഉപയോഗിച്ച് 2 വസ്തുക്കളും ലഭിക്കുന്നു. അപ്പോൾ ഇരട്ടി നേട്ടവും ഇരട്ടി വരുമാനവും കർഷകർക്ക് ലഭിക്കുന്നു. ശരി, അപ്പോൾ ഇരട്ടി ലാഭം നിങ്ങൾക്ക് ലഭിക്കും. അഥവാ ഈ കൃഷി ചൗപ്പാലിൽ മൈന്യൂട്ടായി നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ. ഡോക്ടർ മനോജ് എന്നോടൊപ്പമുണ്ട്. ഡോക്ടർ മനോജ്, നമ്മൾ മഖാനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ വികസനത്തിനും വിപുലീകരണത്തിനും ഊന്നൽ നൽകുന്നു. എന്നാൽ അതിന്റെ വിപുലീകരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിന്റെ മുന്നോട്ടുള്ള ചുവടുകൾ നോക്കുകയാണെങ്കിൽ എത്രയധികം വികസനം നിങ്ങൾക്ക് മഖാന ഇൻഡസ്ട്രിയിൽ കാണാൻ കഴിയും? നോക്കൂ, മഖാനയിൽ കാണപ്പെടുന്ന പോഷകമൂല്യം, അതിൽ കാണപ്പെടുന്ന ഔഷധ ഗുണങ്ങൾ, ഇവയെക്കുറിച്ചുള്ള അവബോധം ലോകമെമ്പാടും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗോളതലത്തിൽ മഖാനയ്ക്കുള്ള ആവശ്യം വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മഖാനയുടെ വിലയും ഉയർന്നതാണ്. അതുകൊണ്ട് മഖാനയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകത, ആഗോളതലത്തിൽ അതിൻ്റെ വില, വരും കാലങ്ങളിൽ മഖാനയുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് കാണാൻ നമ്മുടെ കർഷകർക്ക് വളരെ സുവർണാവസരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മഖാന കൃഷി 15,000 ഹെക്ടറായി, അല്ലെങ്കിൽ 13,000 ഹെക്ടറിൽ കൃഷി ചെയ്തിരുന്ന ഇടത്തു നിന്ന് ഇന്ന് 35,000 ഹെക്ടറിലധികം സ്ഥലത്ത് മഖാന കൃഷി ചെയ്യുന്നുണ്ട്. 5 വർഷം മുമ്പ് വരെ മഖാന കൃഷിയിൽ നിന്ന് 45,000 അല്ലെങ്കിൽ 50,000 രൂപ വരുമാനം ലഭിച്ചിരുന്ന കർഷകർക്ക് ഇന്ന് മഖാന കൃഷിയിൽ നിന്ന് ഹെക്ടറിന് ശരാശരി 4 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വളരെ എളുപ്പത്തിൽ വരുമാനം നേടാൻ കഴിയുന്നു. ഇതിനു പുറമെ മഖാനയിലെ വരുമാന സാധ്യത കണ്ട് മഖാന കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന നിരവധി പുതിയ കർഷകരും വിദ്യാസമ്പന്നരായ യുവാക്കളും ഉണ്ടെന്ന് നമുക്ക് കാണാനാകും. ഒരു ബ്രേക്ക് നമുക്ക് എടുക്കാം. എന്നാൽ ബ്രേക്കിന് പോകുന്നതിന് മുൻപ് നിങ്ങളോട് ഞാൻ പറയാം, നമ്മുടെ എനർജി ഡൗൺ ആകുന്നില്ല. ഈ കയ്യടി നിങ്ങളോട് പറയും ഈ എനർജി വളരെ ഹൈ ആണെന്ന്. ഒരു ചെറിയ ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങി വരാം. ബ്രേക്കിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ഇതിന്റെ സെക്കൻഡ് സെഷനിലാണ്. ഇതിൽ നമ്മൾ സംസാരിക്കും മഖാനയുടെ ഉൽപാദനവും കൂടാതെ സംസ്കരണത്തിലും യന്ത്രവൽക്കരണം വളരെ പ്രാധാന്യമുള്ള സെഷനാണ്. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിനെ ആരാണ് സ്പെഷ്യൽ ആക്കുന്നത്? എന്നോടൊപ്പം ചർച്ചയിൽ ചേരുന്നത് ആരാണ്? ഞാൻ അവരെ പരിചയപ്പെടുത്താം. എന്നോടൊപ്പം ഡോക്ടർ നജികേത് കോത്വാലിവാല ചേരുന്നു. ഡയറക്ടറാണ് ദേശീയ മഖാന ഗവേഷണ കേന്ദ്രം ദർബംഗ. ഡോക്ടർ നജികേത് അങ്ങേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഡോക്ടർ സൂര്യകാന്ത് തരാട്ടെ ചേരുന്നു. ശാസ്ത്രജ്ഞനാണ് ദേശീയ മഖാന ഗവേഷണ കേന്ദ്രം ദർബംഗ. ഡോക്ടർ സൂര്യകാന്ത് അങ്ങേക്ക് സ്വാഗതം. ഡോക്ടർ വിനോദ് കുമാർ പട്ടാലയും ഈ സെഷനിൽ പങ്കുചേരുന്നു. ശാസ്ത്രജ്ഞനാണ്. അങ്ങേക്കും ഹൃദ്യമായ സ്വാഗതം. ഏറ്റവും ആദ്യം ഡോക്ടർ നജികേത് അങ്ങയുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഇക്കാലത്ത് ഏതൊരു കാർഷിക ജോലിയിലും പ്രവൃത്തിയിലും ഇക്കാലത്ത് മെഷീനുകളുടെ ഉപയോഗം വളരെ വർദ്ധിച്ചിരിക്കുന്നു. സ്പെസിഫിക് നമ്മൾ മഖാന പ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മഖാനയുടെ കൃഷിയെക്കുറിച്ച് പറഞ്ഞാൽ, സർ അങ്ങ് എങ്ങനെ യന്ത്രവൽക്കരണം ഇവിടെ പ്രയോഗിക്കുന്നതിനെ കുറിച്ച് നോക്കിക്കാണുന്നു? കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മഖാനയുടെ ഉൽപാദന വിസ്തൃതി 3 മടങ്ങ് വർദ്ധിച്ചു. എന്തുകൊണ്ടാണ് വർദ്ധിച്ചത്? കാരണം യന്ത്രങ്ങൾ ഉപയോഗിച്ചു. ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ജോലി ചെയ്യുന്നത്. ജോലി വളരെ വേഗത്തിൽ ചെയ്യാനായി, ജോലി വളരെ നന്നായി ചെയ്യാനായി. അതോടൊപ്പം ഈ എല്ലാ ശ്രമകരമായ ജോലിയും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പല മടങ്ങ് കുറയുന്നു. ഇനി മഖാനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അത് വയലായാലും കുളമായാലും അത് ഒരുക്കുക, കുളത്തിൽ നിന്ന് പായൽ നീക്കം ചെയ്യുക, തടയണ കെട്ടുക എന്നിങ്ങനെ വളരെയധികം അധ്വാനം ആവശ്യമുള്ള നിരവധി ജോലികളുണ്ട്. എന്നാൽ ഈ അധ്വാനം ഇപ്പോൾ ക്രമേണ കുറഞ്ഞു വരികയാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്നാൽ, വരും കാലത്ത് നമുക്ക് ഉൽപാദകർ കുറയുകയും കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടാകുകയും ചെയ്യും. അതിനാൽ യന്ത്രങ്ങളില്ലാതെ നമ്മുടെ ജോലി നടക്കില്ല എന്നാണ് ഇതിനർത്ഥം. 2047 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യം ഒരു വികസിത ഇന്ത്യ ആകണമെന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണ്. അതുകൊണ്ട് നമ്മുടെ കൃഷിയിൽ 75% യന്ത്രവൽക്കരണം ഉണ്ടാകണമെന്നത് ഒരു സ്വപ്നമാണ്. ഇതിനായി യന്ത്രങ്ങൾ ആവശ്യമാണ്. പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിച്ച് കർഷകർക്ക് ലഭ്യമാക്കണം. ഇതിനായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചും കൃഷി മന്ത്രാലയവും കർഷകക്ഷേമ മന്ത്രാലയവും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. മഹേഷ് മുഖ്യാജി നമ്മോടൊപ്പം ചേരുന്നു. കർഷക സഹോദരനാണ്. മഹേഷ് ജി, അങ്ങേക്ക് സ്വാഗതം. ചോദ്യം ചോദിച്ചോളൂ. മഖാന വേർതിരിച്ച ശേഷം ലാവ നിർമ്മിക്കുന്നതിനുള്ള വ്യത്യസ്ത പ്രക്രിയകൾ എന്തൊക്കെയാണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒരു യന്ത്രം ഉപയോഗിച്ച് മഖാന ലാവ തയ്യാറാക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ? മഹേഷ് ജി, വളരെ നന്ദി. നിങ്ങൾ വളരെ നല്ല ഒരു ചോദ്യം ചോദിച്ചു. ഞങ്ങളുടെ മഖാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 2023 മുതൽ പുനരുജ്ജീവിപ്പിച്ചു.
അതിനാൽ ഇതിൽ ഞങ്ങളുടെ പ്രധാന ജോലി മഖാനയുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട യന്ത്രങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ പരമ്പരാഗത കൃഷിയിലും സംസ്കരണത്തിൽ വളരെയധികം നാണക്കേടുണ്ട്. കർഷകരും അവരുടെ സ്ത്രീകളും അവരുടെ കുടുംബാംഗങ്ങളും വ്യത്യസ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് പൊടിയിലും പുകയിലും ഇരുന്നുകൊണ്ട് ഈ ജോലി ചെയ്യുന്നു. മഖാനയുടെ ഗുണനിലവാരവും ഉറപ്പില്ലായിരിക്കാം. അതിനാൽ നിങ്ങൾ യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ യന്ത്രങ്ങൾ ഉപയോഗിക്കാം? ഗതാഗതത്തിൽ, ഉണക്കുന്നതിൽ, പിന്നീട് ഗ്രേഡിംഗിന് ശേഷം അതിന്റെ റോസ്റ്റിംഗ് നടത്തുന്നു. അതിൽ പ്രാഥമിക റോസ്റ്റിംഗും നടത്തുന്നു. അതിനുശേഷം റോസ്റ്റിംഗും പോപ്പിംഗും നടത്തുന്നു. അതിൽ മഖാന പൊട്ടിച്ച് ലാവ നിർമ്മിക്കുന്നു. തുടർന്ന് രൂപം കൊള്ളുന്ന ലാവ അതിൽ ഗ്രേഡ് ചെയ്യുന്നു. അതിനാൽ ഈ എല്ലാ ജോലികൾക്കും ഞങ്ങൾക്ക് മെഷീനുകൾ ലഭ്യമാണ്. 2023 മുതൽ ഈ രാഷ്ട്രീയ മഖാന സംവിധാൻ സംസ്ഥാൻ വീണ്ടും പ്രവർത്തനക്ഷമമായപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പൂർണ്ണ പ്രോട്ടോടൈപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ മെഷീനുകളും സ്ഥാപിച്ചിരിക്കുന്ന ഒരു പൂർണ്ണ പ്രോട്ടോടൈപ്പ് പ്ലാന്റ് ഞങ്ങൾക്കുണ്ട്. ലാവ ചെയ്യും ഒരേപോലെ പുറത്തു വരിക. അത് പൂർണ്ണമായും വൃത്താകൃതിയിലായിരിക്കും. പതിറുണ്ടാകില്ല. അതേസമയം അത് പൂർണ്ണമായും ശുചിത്വമുള്ളതുമാണ്. അതായത് ലാവ വൃത്തിയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള മലിനീകരണവും ഉണ്ടാകാതിരിക്കാൻ പൂർണ്ണമായ യന്ത്രവൽക്കരണം നടത്തേണ്ടത് അവർക്ക് വളരെ പ്രധാനമാകും. ശരി, ഡോക്ടർ സൂര്യകാന്ത് ജി നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ സൂര്യകാന്ത്, വയൽ തയ്യാർ ചെയ്യൽ, കുളത്തിന്റെ തയ്യാർ ചെയ്യൽ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഇതിൽ വളരെ മാൻ പവർ ഉണ്ടാകണം, പരിശ്രമം വളരെ വേണം. ഇത്തരത്തിലുള്ള ജോലികളിൽ വളരെ അധ്വാനം വേണ്ടുന്ന ജോലിയാണ്. ഇതിൽ ഏത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അധ്വാനം കുറയ്ക്കാൻ കഴിയും? ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ വയൽ തയ്യാർ ചെയ്യാനായി മണ്ണ് നന്നായിട്ട് തന്നെ തയ്യാർ ചെയ്യേണ്ടി വരും. അതിനായി നമ്മൾ പ്രാഥമിക ഉഴവ്, രണ്ടാമത്തെ ഉഴവ് പഡ്ലിംഗ്, അതായത് ചെളിയിൽ ഉഴുക എന്നിവ ചെയ്യാം. ശരി. പ്രാഥമിക ഉഴവിൽ നമ്മൾ ട്രാക്ടർ കൊണ്ട് ചില കലപ്പകളുണ്ട്, അതായത് MB പ്ലവ് ഉണ്ട്, ഡിസ്ക് പ്ലവ് ഉണ്ട്. അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് വളരെ നന്നായി തയ്യാർ ചെയ്യാം. മണ്ണ് ഉഴുതു മറിക്കാം, കട്ടകൾ പൊട്ടിക്കാം. അതിനുശേഷം രണ്ടാമത്തെ ഉഴവ് നമുക്ക് നടത്താം. അതിൽ ചില സാധനങ്ങൾ, അതായത് ഡിസ്ക് ഹാരോ ഉണ്ട്, പിന്നെ കൾട്ടിവേറ്റർ ഉണ്ട്. അതൊക്കെ ട്രാക്ടറിനോടൊപ്പം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മണ്ണ് മൃദുവാക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നമ്മൾ മണ്ണിൻ്റെ കള നിയന്ത്രണവും നടത്താവുന്നതാണ്. അതിനുശേഷം മഖാനയുടെ തൈകൾ നടുന്നതിനായി, നല്ല രീതിയിൽ അത് വളരുന്നതിനായി നമ്മൾ നനഞ്ഞ മണ്ണിൽ ഉഴവ്, അതായത് പഡ്ലിംഗ് ചെയ്യുന്നു. അത് കാരണം ചെടികളുടെ വളർച്ച, വികാസം നടക്കുന്നത് വളരെ നല്ല രീതിയിൽ നടക്കും. അഥവാ ചെറിയ കുളമാണെങ്കിൽ, ചെറിയ വയലുകൾ, അവിടെ ട്രാക്ടറിന് പകരം പവർ ടില്ലറും ഉപയോഗിക്കാം. അഥവാ നമുക്ക് കുളമുണ്ടാക്കണം, അല്ലെങ്കിൽ മണ്ണ് കിളച്ച് മറിക്കണം. ഇന്ന് വളരെയധികം എർത്ത് മൂവിംഗ് മെഷീൻ കൊണ്ട് അവയെല്ലാം നമ്മൾ ഉപയോഗിച്ച് ഈ ജോലികളെല്ലാം നിഷ്പ്രയാസം ചെയ്യാവുന്നതാണ്. ശരി, ചോദ്യം എന്റേതുമാണ്, ചില കർഷകരുടേതുമാണ്. പ്രമോദ് നമ്മോടൊപ്പം ചേരുന്നു. പ്രമോദ് ജി, സ്വാഗതം. ചോദ്യം ചോദിക്കൂ. നമസ്കാരം സാർ. മഖാന ഉൽപാദനത്തിനായി, ജലസേചനത്തിനായി എന്തൊക്കെ പുതിയ രീതികളാണ് ലഭ്യമായിട്ടുള്ളത്? മഖാന കൃഷിയിൽ എങ്ങനെയാണ് വിളവ് വർദ്ധിപ്പിക്കാനാകുക? മഖാന കൃഷിക്ക് വെള്ളത്തിനായി ഏത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കേണ്ടത്? താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ മഖാന കൃഷിക്കായി ജലത്തിന്റെ വിതരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനായി നമ്മൾ പല രീതികളിൽ പമ്പ്, നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പുകളും ഉപയോഗിക്കാവുന്നതാണ്, സബ്മേഴ്സിബിൾ പമ്പുകളും ഉപയോഗിക്കാവുന്നതാണ്. അഥവാ നമുക്ക് വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ, അത് കുളങ്ങളിൽ നിന്നോ തോടുകളിൽ നിന്നോ എടുക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. അഥവാ നമുക്ക് ബോർവെല്ലിൽ നിന്നോ ട്യൂബ്വെല്ലിൽ നിന്നോ വെള്ളം എടുക്കാൻ സബ്മേഴ്സിബിൾ പമ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലും സിംഗിൾ സ്റ്റേജും മൾട്ടി സ്റ്റേജും പമ്പുകൾ വരുന്നുണ്ട്. അവ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് പുതിയ രീതിയിലുള്ള സോളാർ പമ്പുകളും വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഭാരത സർക്കാർ പ്രധാനമന്ത്രി കുസും യോജന ആരംഭിച്ചിട്ടുണ്ട്. അതിലൂടെ കർഷകർക്ക് സോളാർ പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സഹായം നൽകുന്നുണ്ട്. അപ്പോൾ സോളാർ പമ്പും നമുക്ക് വെള്ളമെടുക്കാനായി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മഖാന വിളവിനായി അത് പറയുകയാണെങ്കിൽ ഇതിന് ശുചിത്വമുള്ള, പിന്നെ ശുദ്ധജലം വേണം. അതായത് അതിൻ്റെ pHഉം ഇലക്ട്രിക് കണ്ടക്ടിവിറ്റിയും നോക്കണം. അപ്പോൾ ഇതിൻ്റെ pH ഏകദേശം ന്യൂട്രാലിറ്റിക്ക് അടുത്ത്, മീൻസ് 6.5 മുതൽ 8 വരെ ആയിരിക്കണം. പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി 0.5 തൊട്ട് 0 കുറവായിരിക്കണം. അത് പരിശോധിക്കുന്നതിനായി നമുക്ക് ഈ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് pH മീറ്ററും പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മീറ്റർ. ഇവ ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടർ വിനോദ് കുമാർ പട്ടാല നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ വിനോദ് കുമാർ, മഖാനയുടെ വിളവിനെയും കീടങ്ങൾ ആക്രമിക്കുമോ? അഥവാ അതുണ്ടായാൽ എങ്ങനെ രക്ഷ നേടാം? പിന്നെ മറ്റൊന്ന്, കീടങ്ങൾ ആക്രമിച്ചാൽ നമ്മൾ പെട്ടെന്ന് കെമിക്കലുകൾ ഉപയോഗിക്കും. ഇത് ഏത് വിധത്തിലാണ് ഉപയോഗിക്കേണ്ടത്?
അതിനും എന്തെങ്കിലും രീതികളുണ്ടോ? നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന്, ഇത്ര അളവിൽ കെമിക്കലുകൾ ഉപയോഗിക്കണമെന്നോ മറ്റോ? അതെ, തീർച്ചയായും കീടശല്യം ഉണ്ടാകാം. മറ്റ് വിളകളെ കീടങ്ങൾ ആക്രമിക്കുന്നത് പോലെ നമ്മുടെ മഖാന കൃഷിയിലും കീടങ്ങൾ വളരെയധികം നാശമുണ്ടാക്കും. പ്രത്യേകിച്ച് നഴ്സറി ഘട്ടം മുതൽ പൂവിടുന്ന ഘട്ടം വരെയാണ് ഈ കേടുപാടുകൾ കൂടുതൽ ദൃശ്യമാകുന്നത്. ചില പ്രാണികൾ മഖാനയുടെ വിളവിനെയും ഗുണനിലവാരത്തെയും മോശമായി ബാധിക്കും. ഉദാഹരണത്തിന് ഏഫിഡ്സ്, അതിനെ മുഞ്ഞ എന്നും വിളിക്കുന്നു. ഡിസംബർ മുതൽ മാർച്ച് വരെ നഴ്സറി ഘട്ടത്തിൽ ഇതിൻ്റെ ശല്യമുണ്ടാകും. അപ്പോൾ ഇവ ഇലകളിൽ നിന്ന് നീര് വലിച്ചെടുക്കുന്നു. ഈ നീര് വലിച്ചെടുക്കുമ്പോൾ ഇലകൾ മഞ്ഞ നിറമാകും. അതിൻ്റെ പ്രധാന സവിശേഷത ഇത് നഴ്സറി ഘട്ടത്തിലാണ് കാണപ്പെടുന്നത് എന്നതാണ്. ഇതിനു പുറമെ സിംഗറഭൂത്ത് എന്നൊരു കീടവുമുണ്ട്. ഇവയും ഇലകൾ തിന്നുന്നു. പ്രകാശ സംശ്ലേഷണത്തിലൂടെ മഖാന ഉണ്ടാക്കാൻ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ക്ലോറോഫിലും കുറയുന്നു. ഇത് നമ്മുടെ വിളവിനെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇതിനു പുറമെ റൂട്ട് ബോറർ എന്നൊരു പ്രാണിയുമുണ്ട്. അത് മുഴുവൻ വേരിനെയും ആക്രമിച്ചു തിന്നുന്നു. ഇക്കാരണത്താൽ ചെടികൾക്ക് പോഷകങ്ങളും വെള്ളവും ആഗിരണം ചെയ്യാൻ കഴിയില്ല. അതിനുശേഷം അവ പൂർണ്ണമായും നശിക്കാനും സാധ്യതയുണ്ട്. ശരി, ഒരു കർഷക സഹോദരൻ നമ്മോടൊപ്പം ചേരുന്നു, രാജ്കുമാർ സൈനി സാർ. ചോദ്യം ചോദിക്കൂ രാജ്കുമാർജി. ശരി സാർ, നമസ്കാരം. എൻ്റെ പേര് രാജ്കുമാർ സാനി. ബിറോൾ സുപ്പോൾ ബജാറിൽ നിന്നാണ്, ദർഭംഗ ജില്ലയിൽ നിന്നാണ്. അവിടെയാണ് താമസം. സാർ, എൻ്റെ ചോദ്യം ഇതാണ്: ഗുട്ക കിരയുടെ ജൈവിക നിയന്ത്രണം എങ്ങനെ നടത്താമെന്നാണ്. ഇക്കാലത്ത് ജൈവ നിയന്ത്രണത്തിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഉദാഹരണത്തിന്, ജൈവ നിയന്ത്രണം എന്നാൽ ജൈവശാസ്ത്രപരവുമായി ബന്ധപ്പെട്ടതുമായ രാസസ്പ്രേകൾ ഉപയോഗിക്കുക എന്നാണ്. അത്തരം മേഖലകളിലേക്ക് നോക്കിയാൽ നമുക്ക് പ്രകൃതിദത്ത പ്രിവിലേജും ലഭിക്കും. ലേഡി ബഗ് വണ്ടുകൾ പോലുള്ള കീടങ്ങളെ തിന്നുന്ന പ്രാണികളാണ് നാച്ചുറൽ എനിമീസ്. മുഞ്ഞ പോലുള്ള കീടങ്ങളെ ഈ ഇൻസെക്ട്സ് മൊട്ടുകൾ തിന്നും. അങ്ങനെ രാസമരുന്നുകൾ ഉപയോഗിക്കാതെ കീടങ്ങളെ നിയന്ത്രിക്കാം. ഒരു സംരംഭകനുണ്ട് നമ്മോടൊപ്പം, അമർജിത് സാഹ്നി. അമർജിത് ജി, എന്താണ് ചോദിക്കേണ്ടത്? ചോദിക്കൂ ഈ സമയം. മഖാന പോപ്പിൻ്റെ ദീർഘകാല സംഭരണത്തിന് ഏത് തരം പാക്കേജിംഗ് ആണ് ഉത്തമം? ആ പാക്കേജിംഗ് മെറ്റീരിയൽ മൾട്ടി ലെയർ ലാമിനേറ്റഡ് പാരൽ പോലെയായിരിക്കണം. അതിനുള്ളിൽ ഉള്ളത് വ്യത്യസ്ത ലെയേഴ്സ് ഉള്ള പൗച്ചാണ്. മുകൾ ഭാഗം പോളിപ്രൊഫൈലിൻ കൊണ്ടും ഉൾഭാഗം അലൂമിനിയം ഫയൽ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കപ്പെടുകയും കീടങ്ങളുടെ ശല്യം തടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഇത് വളരെ കാലം സൂക്ഷിക്കാൻ കഴിയും. ഇതിനു പുറമെ ഒരു വാക്യൂം സീൽ എന്നാൽ പാക്കറ്റിനുള്ളിലെ വായു മുഴുവൻ നീക്കം ചെയ്ത് മഖാന സംഭരിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ കാലം സൂക്ഷിക്കാൻ കഴിയും. ഇതിനു പുറമെ ബാഹ്യ സംരക്ഷണത്തിനായി സിലിക്ക ജെൽ പാക്കറ്റിലിടുമ്പോൾ ജീവൻ നൽകുന്ന വായുവായ ഓക്സിജൻ അതിനെ ആഗിരണം ചെയ്യും. പുഴുവിന് ജീവൻ നൽകുന്ന വായു ലഭിക്കാതെ വരുമ്പോൾ പുഴു ചത്തുപോകും. അതുകൊണ്ട് നമുക്കത് വളരെ കാലം സൂക്ഷിക്കാം. ശരി, ഡോക്ടർ നചികേത് നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ നചികേത്, സത്യത്തിൽ ഏറ്റവും വലിയ ഒരു ടാസ്ക് എനിക്ക് കാണാൻ കഴിയുന്നത് അതാണ് ഈ കടലിൻ്റെ അടിത്തട്ടിൽ പോകുക, അതിൻ്റെ വിത്തുകൾ കൊണ്ടുവരിക. സാർ, ഇതിനങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെഷീൻ പറഞ്ഞു തരൂ, ഈ ടഫ് ടാസ്ക് ലളിതമാക്കാനായി. നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് നൽകിയിരിക്കുന്നത്. കടൽ തട്ടിലേക്ക് പോകുക എന്നത് ഇത് കടൽ തട്ട് തന്നെയാണ്, കുഴപ്പമില്ല. ഇത് കടൽ തട്ട് തന്നെയാണ്. സമുദ്രം കടഞ്ഞെടുത്ത ലഭിക്കുന്ന ഒരു വസ്തുവാണ് ഈ മഖാന. ഈ വർഷം നമ്മളൊരു യന്ത്രം നിർമ്മിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിൽ ഓഗസ്റ്റ് ജൂലൈ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഈ പ്രദേശത്ത് ടെസ്റ്റിംഗ് ആരംഭിക്കുന്നതാണ്. ഒരു പ്രോട്ടോടൈപ്പ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണമായും യന്ത്രനിർമ്മിത മഖാന ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. മുഴുവൻ പ്രക്രിയയും മുഴുവൻ ചെയിനിലും മുഴുവൻ ശൃംഖലയിലും മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മഖാന വിളവെടുക്കാനാകും. അത് ശുചിത്വമുള്ളതായിരിക്കും, കാരണം അത് കഴിക്കാനുള്ളതല്ലേ. തീർച്ചയായും. ഡോക്ടർ വിനോദ് നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ വിനോദ്, എലികളും കീടങ്ങളും രണ്ടും വലിയ പ്രശ്നങ്ങളാണ്. സാർ, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷ നേടാം? മുമ്പേ തന്നെ രക്ഷ നേടാൻ എന്തെങ്കിലും രീതികളുണ്ടോ? കീടങ്ങളും എലികളും രണ്ട് പ്രധാന നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നു. ഒന്ന്, അവ ചെടിയും വിളവും തിന്ന് അതിൻ്റെ അളവ് കുറയ്ക്കുകയും അവയുടെ വിസർജ്യം വഴി അതിനെ പല മടങ്ങ് മലിനമാക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾക്ക് വളരെയധികം നഷ്ടം നേരിടേണ്ടി വരും. ഇതിനായി എലികളെയും കീടങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ സംഭരണം ശരിയായ രീതിയിൽ നിർമ്മിക്കുകയും പരിപാലിക്കുകയും വേണം. മഖാനയിൽ വിള്ളലുകളും ക്രൈവീസസ് ഉണ്ടെങ്കിൽ, അതായത് അതിലെ ചെറിയ ദ്വാരങ്ങൾ മുമ്പ് സൂക്ഷിച്ചിരുന്ന അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കീടം അതിൽ ഒളിക്കുന്നു. പുതിയ മഖാന സംഭരണത്തിനായി വരുമ്പോൾ അത് അതിനെ ആക്രമിക്കുന്നു.
പുതിയൊരു കൺസൈൻമെൻറ്റ് കൊണ്ടുവരുന്നതിന് മുമ്പ് അത് വൃത്തിയാക്കി പ്ലാറ്റിംഗ് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ അത് സംഭരിക്കാവൂ. സംഭരിക്കുന്ന സമയത്ത് നമ്മുടെ കൈവശമുള്ള ബാഗ് എന്തു തന്നെ ആയാലും അത് എലികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനും അതിൻ്റെ ഈർപ്പം നന്നായി നിയന്ത്രിക്കുന്നതിനും വേണ്ടി നിലത്ത് നിന്ന് ഒരു അടി ഉയരത്തിൽ സൂക്ഷിക്കണം. ബ്രേക്ക് എടുക്കട്ടെ? ശരി, ഒരു ബ്രേക്ക് എടുക്കാം. അല്പം മഖാന കഴിച്ചിട്ട് വരാം. നിങ്ങൾ എന്നോടൊപ്പം തുടരുക. ബ്രേക്കിന് ശേഷം വീണ്ടും സ്വാഗതം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കൃഷി ചൗപ്പാലിലേക്ക്. തേർഡ് സെഗ്മെന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ തേർഡ് സെഗ്മെന്റിൽ നമ്മൾ സംസാരിക്കുന്നത് മഖാനയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. എന്നോടൊപ്പം ഈ സെഗ്മെന്റിൽ വളരെ വിശിഷ്ടാതിഥികൾ എത്തിച്ചേർന്നിരിക്കുന്നു. പരിചയപ്പെടുത്താം. എന്നോടൊപ്പം ഡോക്ടർ രാജേഷ് കുമാർ വിശ്വകർമ്മ ചേരുന്നു. പ്രധാന ശാസ്ത്രജ്ഞനാണ്. ഡോക്ടർ രാജേഷ്, അങ്ങേക്ക് സ്വാഗതം. എന്നോടൊപ്പം ചേരുന്നു എഞ്ചിനീയർ രാഹുൽ കുമാർ റാവുത്ത്, ശാസ്ത്രജ്ഞനാണ്. മനീഷ് ആനന്ദ് എന്നോടൊപ്പം ചേരുന്നു. മനീഷ്, പറയൂ, ഈ സംരംഭം എങ്ങനെ ആരംഭിച്ചുവെന്നും ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നുവെന്നും. മനീഷ്, സ്വാഗതം അങ്ങേക്ക്. എന്നോടൊപ്പം പ്രേംശങ്കർ മിശ്ര ചേരുന്നു. മധുബനിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പ്രേംജി, സ്വാഗതം അങ്ങേക്ക്. ആരംഭിക്കാം ഏറ്റവും ആദ്യം ഡോക്ടർ രാജേഷ് അങ്ങയിൽ നിന്നും. സർ, ആദ്യം അങ്ങ് ഇത് പറഞ്ഞാട്ടെ, ഈ മഖാനയുടെ മൂല്യവർദ്ധനവ് എന്താണ്? നമ്മൾ മഖാന പോളിഷ് ചെയ്യുമ്പോൾ അത് കൂടുതൽ വെളുത്ത നിറത്തിൽ കാണാൻ തുടങ്ങിയാൽ അതിന്റെ മൂല്യം ഏകദേശം 10% വർദ്ധിക്കും. അതിന് കൂടുതൽ വില ലഭിക്കും. പിന്നെ രണ്ടാമത്തെ വശം, അതിന് വ്യത്യസ്ത വലുപ്പങ്ങളായി തരംതിരിക്കുന്നു. കാരണം 4 സുധ പ്ലസ്, 5 സുധ പ്ലസ്, 6 സുധ പ്ലസ് ഇവയ്ക്ക് വ്യത്യസ്ത റേറ്റുകളുണ്ടെന്ന് നമുക്കറിയാം. കാരണം അത് നന്നായി കാണപ്പെടുന്നു. ഗുണനിലവാരത്തിൽ വ്യത്യാസമില്ല, പക്ഷെ കാണാൻ വളരെ നല്ലതായിരിക്കും. പണം നൽകാൻ കഴിയുന്ന ഉപഭോക്താവ് അതിന് കൂടുതൽ പണം നൽകാൻ തയ്യാറാണ്. അങ്ങനെ ഗ്രേഡ് ചെയ്തുകൊണ്ട് മാത്രം അതിന്റെ വില ഏറ്റവും കുറഞ്ഞത് 600 രൂപയാണ്. കയറ്റുമതി വിപണിയിൽ ഇതിന്റെ വില ഒരു കിലോയ്ക്ക് 2200 മുതൽ 2300 രൂപയാണ്. അത് ചില്ലറ വിൽപ്പനയുടെ മറ്റൊരു കാര്യമാണ്. അതിനാൽ ഇത് രണ്ടാമത്തെ വശമാണ്. ഇനി മൂന്നാമത്തെ വശം, നമ്മൾ അതിനെ ഒരു ഉൽപ്പന്നത്തിന്റെ രൂപത്തിൽ കൊണ്ടുവന്ന് അതിൽ കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്ത് കുറച്ച് എണ്ണ ചേർത്ത് പാക്ക് ചെയ്ത് അത് ഉപഭോക്താവിലേക്ക് എത്തുമ്പോൾ ഇത് ഒരു പുതിയ തരം വെറൈറ്റിയാണ്, ഒരു പുതിയ തരം ഉൽപ്പന്നമാണ്. അത്തരം ധാരാളം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ഞങ്ങളുടെ സ്ഥാപനമായ ICAR-ഉം മറ്റു നിരവധി സ്ഥാപനങ്ങളും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ വിവിധ ട്രെയിനീസിന് പരിശീലനവും നൽകുന്നു. ബാക്കിയുള്ളവർ ഞങ്ങളുടെ സംരംഭക സഹോദരങ്ങളാണ്. ശരി ശരി സർ. പക്ഷേ അതിനു മുമ്പ് ചില കർഷക സഹോദരങ്ങളും ചേരുന്നു. നമ്മോടൊപ്പം പ്രദീപ് കുമാർ ചേരുന്നു. പ്രദീപ് ജി, അങ്ങയുടെ ചോദ്യം ചോദിക്കൂ. സ്വാഗതം അങ്ങേക്ക്. മഖാനയുടെ മൂല്യവർദ്ധനവ് കൊണ്ട് ഞങ്ങൾ കർഷകർക്ക് എന്ത് ഗുണമാണ് കിട്ടുക? നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ ഒരു കൂട്ടം ഫാർമേഴ്സ്, ഉദാഹരണത്തിന് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ പോലെ 200, 500, 1000 കർഷകർ ഒരു കർഷക കൂട്ടായ്മയായി ചെയ്താൽ അത് ഗുണം ചെയ്യും. അപ്പോൾ ഒന്നിച്ചൊന്നായി നീങ്ങണം. അതിലൂടെ എല്ലാവർക്കും ഗുണമുണ്ടാകും. പ്രധാനമന്ത്രിജിയും ഇതാണ് പറയുന്നത്, സബ്കാ സാത്ത് സബ്കാ വികാസ്. അപ്പോൾ ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മോടൊപ്പം രാഹുൽ ജിയും ഉണ്ട്. രാഹുൽ ജി, മഖാന കൊണ്ട് ഡിസൈനർ ഫുഡിന്റെ സ്കോപ്പ് എത്രത്തോളമുണ്ട്? എന്തൊക്കെ നടക്കും ഇതുകൊണ്ട്? ഒന്നാമതായി, മഖാന ലോവയിൽ ഏകദേശം 9.7% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നല്ല അളവിൽ പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ ദൈനംദിന പ്രോട്ടീൻ ഇൻടേക്ക് നിറവേറ്റും. ഇതോടൊപ്പം ഗ്ലൈസമിക് സൂചിക എന്ന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു മാനദണ്ഡമുണ്ട്. ഒരു ഉൽപ്പന്നത്തിൽ അത് കുറവാണെങ്കിൽ പ്രമേഹ രോഗികൾക്ക് നമുക്കത് നിർദ്ദേശിക്കാം. അതുകൊണ്ട് മഖാന പ്രമേഹ രോഗികൾക്ക് നല്ലൊരു ഭക്ഷണമാണ്. കൂടാതെ ഇതിൽ ഉയർന്ന അളവിൽ ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. അതിനാൽ മലബന്ധത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ ഫുഡ് നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ മഖാന ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ചില ആരോഗ്യ ഗുണങ്ങൾ ഇവയൊക്കെയാണ്. ഒരു കർഷകന് നമ്മോടൊപ്പം ചേരുന്നു. രാംബാബു റാവത്ത് നമ്മോടൊപ്പം ചേരുന്നു. രാംബാബു, ചോദ്യം ചോദിച്ചോളൂ. സ്വാഗതം അങ്ങേക്ക്. എൻ്റെ ചോദ്യം ഇതാണ്, തൂരിയും ലോവയും വ്യത്യസ്ത തരത്തിൽ മൂല്യവർദ്ധനവ് നടത്തേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? മഖാന കൈകൊണ്ടോ യന്ത്രങ്ങൾ ഉപയോഗിച്ചോ പൊട്ടിക്കേണ്ടി വന്നാൽ അത് തുറി ഇനത്തിൽപ്പെടുന്നു. ലോവയ്ക്ക് വിപണിയിൽ നല്ല മൂല്യം ലഭിക്കുന്നത് പോലെ തുറിക്ക് അത്രയധികം ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആദ്യം അത് പൊടിക്കുക എന്നതാണ്. അതുകൊണ്ട് നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാകും. മഖാന ബർഫി, മഖാന ബിസ്ക്കറ്റ്, പിന്നെ മഖാന പാസ്ത തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ. ഇത് മാവിൽ കലർത്തി ചപ്പാത്തിയും ഉണ്ടാക്കാം, ബ്രെഡ് ഉണ്ടാക്കാം. ഇത്തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ അതിന് കൂടുതൽ വിപണി മൂല്യം ലഭിക്കും.
ശരി, നമ്മൾ ശാസ്ത്രജ്ഞരുടെ വാക്ക് കേട്ടു, കർഷകരുടെ വാക്ക് കേട്ടു. ഇനി മറ്റു ചിലരുടെ വാക്കുകൂടി കേൾക്കണം. മഖാനയുടെ സംരംഭകരുടെ മനീഷ് ആനന്ദ് നമ്മോടൊപ്പമുണ്ട്. മനീഷ് ജി, കഴിഞ്ഞ 5 വർഷത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണ്? എത്ര എസ്റ്റാബ്ലിഷ് ആയി ഈ ഇൻഡസ്ട്രി? പണ്ടൊക്കെ ഇത് ഉപവാസ സമയത്ത് കഴിക്കുന്ന ഒരു വിഭവമോ ഇടയ്ക്കിടെ മാത്രം ഉപയോഗിക്കുന്ന ഇനമോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സ്ഥിരതയുള്ളതായി മാറിയിരിക്കുന്നു. അതായത് താഴ്ന്ന വരുമാന ഗ്രൂപ്പിന് മുകളിലുള്ള മിക്കവാറും എല്ലാ വീടുകളിലും നിങ്ങൾക്ക് തീർച്ചയായും ഒരു പാക്കറ്റ് മഖാന കണ്ടെത്താൻ കഴിയും. ഇത് വളർച്ചയെയാണ് കാണിക്കുന്നത്, കാരണം ഇത് സ്ഥിരതയുള്ളതായി മാറിയിരിക്കുന്നു. ഈ സീസണിൽ മഖാനയുടെ ആവശ്യം കുറയാറായിരുന്നു പതിവ്. കാരണം ഞങ്ങൾ ഇതിനെ വിൻ്റർ മാവ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ ആളുകൾ ഇപ്പോൾ ഇത് വർഷത്തിൽ 365 ദിവസവും കഴിക്കുന്നു. പ്രധാനമന്ത്രി മോദിജി 365-ൽ 300 ദിവസവും താൻ ഇത് കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വളർച്ച ആ വളർച്ചയുടേതാണ്. ഇത് 2 തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന് വിളിക്കപ്പെടുന്നു. അവിടെ ഞങ്ങൾ കൃഷിയിൽ നിന്ന് ഫൗറിയയിലേക്ക് പറയുന്നു. അതിനുശേഷം ഞങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നമായ ലോവ അല്ലെങ്കിൽ ടുറി എങ്ങനെ വിപണിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ബാക്ക്വേർഡ് ലിങ്കേജിന്റെ വളർച്ചയെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ പ്രൊഫസർ പറഞ്ഞതുപോലെ അത് 2.5 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. വില 15,000 രൂപയിൽ നിന്ന് 35,000 രൂപയായി ഉയർന്നു. അതുപോലെ ഏരിയയിലെ വിപണിയിലെ ഡിമാൻഡ് 400% വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ ഡിമാൻഡ് സപ്ലൈ എന്നിവ തമ്മിലുള്ള ഗ്യാപ്പ് കാരണം വില വളരെ ഉയർന്നിരിക്കുകയാണ്. നമ്മോടൊപ്പം ഒരു കർഷകൻ ചേരുന്നു, ഭൂട്ടായി മുഖ്യാജി. ഭൂട്ടായിജി, ചോദ്യം ചോദിക്കൂ. സ്വാഗതം അങ്ങേക്ക്. ഞാൻ 25 കുളങ്ങളിൽ മത്സ്യവും മഖാനയും കൃഷി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ലാവ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. സാർ, എൻ്റെ ചോദ്യം ഇതാണ്: ഒരു കർഷക സംരംഭകൻ ആകുന്നതിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുക? ഒരു കർഷകൻ നേരിട്ട് സംരംഭത്തിലേക്ക് വന്നാൽ അയാൾ ഒരു സംരംഭകനാകാം. അല്ലെങ്കിൽ നിങ്ങൾ കൃഷിയിൽ മാത്രം തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള സംരംഭകരുമായി നിങ്ങളുടെ ജില്ലയിൽ, നിങ്ങളുടെ സംസ്ഥാനത്ത്, നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കരാർ കൃഷി നടത്താം. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കൊരു നിശ്ചിത തുക പണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയും. ഒപ്പം നമ്മുടെ കൈവശമുള്ള എല്ലാ ബൈ പ്രോഡക്ട്സും സംരംഭകൻ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കാം. ഇതൊരു വഴിയാണ്. രണ്ടാമതായി ഞാൻ ഈയിടെ മനസ്സിലാക്കിയ കാര്യമാണ്, ഇതിന് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ അല്ല. നിങ്ങൾ എല്ലാ കർഷകരും കേട്ടോളൂ, നെക്സ്റ്റ് ബിഗ് തിങ് ഇതിൻ്റെ ഓർഗാനിക് സർട്ടിഫിക്കേഷനാണ്. അത് നമ്മൾ എടുക്കണം. ശരി, ഇതുവരെ അക്വാ വാട്ടർ ഉൽപ്പന്നങ്ങൾക്ക് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരുന്നില്ല. മഖാനയ്ക്ക് അത് എന്തായാലും ലഭിക്കണം. കാരണം വിദേശത്ത് അതിന് വലിയ ഡിമാൻഡുണ്ട്. ഓർഗാനിക് മഖാന ഇപ്പോൾ ഓർഗാനിക് എന്ന പേരിൽ ലഭ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ജൈവ കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കും. മൂന്നാമതായി, സംരംഭകനുമായി സഹകരിച്ച് നിങ്ങൾക്ക് ഒരു ട്രാക്കബിലിറ്റി റിപ്പോർട്ട് ലഭിക്കും. അതിലൂടെ ഏതെങ്കിലും പാക്കറ്റ് US-ൽ വിൽക്കുന്നുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ അത് ബോംബെയിലോ ഡൽഹിയിലോ വിൽക്കുന്നുണ്ടെങ്കിൽ ബയർക്കും ഉപഭോക്താവിനും അത് ഏത് ഫാമിൽ നിന്നാണ് വരുന്നത്, അതിൻ്റെ ശൃംഖല ഏതാണ്, അതിൻ്റെ മൂല്യ ശൃംഖല ഏതാണ് എന്നൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ ഇതൊരു നേട്ടമാണ്. രണ്ടാമതായി, പുതിയതായി വരുന്ന കർഷകർക്ക് അവർ ആദ്യമായി ഇത് കൃഷി ചെയ്യുന്നത് കൊണ്ട് പലതും അറിയില്ല. അത് എവിടെ വിൽക്കണമെന്ന് അവർക്കറിയില്ല. ഈ സാഹചര്യത്തിൽ നിങ്ങളൊരു സംരംഭകരുമായി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹവുമായി ഒരു കരാർ ഉണ്ടാക്കാം. അദ്ദേഹത്തിന് ഹാൻഡ് ഹോൾഡിംഗ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബൈ പ്രോഡക്റ്റ് എന്താണെന്നും അത് എന്ത് ചെയ്യണമെന്നും നിങ്ങളോട് പറയാൻ കഴിയും. രണ്ടാമതായി, നിങ്ങൾ ഒരു സംരംഭകനുമായി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വിപണിയിൽ എന്താണ് നടക്കുന്നത്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, വരാൻ പോകുന്ന പുതിയ ട്രെൻഡ് എന്താണ്, അടുത്ത 4-6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് ഒരു ധാരണയുള്ളതുപോലെ കർഷകന് അതിനെക്കുറിച്ച് വിവരങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വിറ്റ് കഴിഞ്ഞ് മാത്രമേ അത് വളരെ കുറഞ്ഞ വിലയ്ക്കോ അല്ലെങ്കിൽ വളരെ ഉയർന്ന വിലയ്ക്കോ ആണ് വിറ്റതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ. ശരി, അപ്പോൾ മറ്റൊരു സംരംഭകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മോടൊപ്പം ചേരുന്നു പ്രേംശങ്കർ മിശ്രാജി. മഖാന കർഷകനും കൂടിയാണ്. നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കും. സർ, നമ്മൾ മഖാനയുടെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളിൽ യന്ത്രങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെ യന്ത്രങ്ങൾ നമുക്ക് മൂല്യവർദ്ധനവിനായി ഉപയോഗിക്കാം? മൂല്യവർദ്ധനവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്ത ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു യന്ത്രമുണ്ട്. പിന്നെ മഖാനയ്ക്ക് ഒരു ഫ്ലേവറിംഗ് ആൻഡ് റോസ്റ്റിംഗ് മെഷീനുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വ്യത്യസ്ത തരം ഫ്ലേവറുകൾ ഉണ്ടാക്കി നിങ്ങളുടെ ഉൽപ്പന്നം വിപണിയിലെത്തിക്കാൻ കഴിയും. രണ്ടാമത്തേത്, നമ്മുടെ മാവ് ഉണ്ടാക്കുന്ന മിൽ മെഷീനുകൾ. അതിലൂടെ നിങ്ങൾക്ക് മഖാന മാവ് ഉണ്ടാക്കി വിപണിയിലെത്തിക്കാൻ കഴിയും. ഇതുപോലെയുള്ള മറ്റ് ചില ചെറിയ മെഷീനുകളുണ്ട്. മഖാനയെ ഗ്രേഡ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഗ്രേഡിംഗ് മെഷീനുണ്ട്. വിശ്വകർമ്മ സർ പറഞ്ഞതുപോലെ ഗ്രേഡിംഗ് വഴിയും നിങ്ങൾക്ക് മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇവ 3-4 യന്ത്രങ്ങളാണ്. കാലക്രമേണ ഇത് കൂടുതൽ വർദ്ധിക്കും. ഒരു കർഷകൻ നമ്മോടൊപ്പം ചേരുന്നു, കപിൽ ദേവ് ജി. മധുബനിയിൽ നിന്നാണ്. കപിൽജി, ചോദ്യം ചോദിക്കൂ. അങ്ങേക്ക് സ്വാഗതം ഈ പരിപാടി. ഒരു സംരംഭകന് വാല്യൂ അഡീഷൻ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് നേടാവുന്നതാണ്. പക്ഷേ അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് എങ്ങനെ ലഭിക്കും? അതിനായി എവിടെയൊക്കെയുണ്ട് ഈ 4? അതായത് അത് ഞങ്ങൾക്ക് ഒന്നുകിൽ അവർക്ക് ദർഭംഗയിലുള്ള ഞങ്ങളുടെ നാഷണൽ മഖാന റിസർച്ച് സെന്ററിലേക്കോ IR
കൃഷി വിജ്ഞാന കേന്ദ്രത്തിലേക്കോ വരാം. കർഷകർക്ക് പരിശീലനം നൽകുന്ന നിരവധി സ്വയം തൊഴിൽ സംരംഭകരും സ്പോൺസർമാരുമുണ്ട്. അപ്പോൾ കർഷകർക്ക് അവരോടൊപ്പം ചേരാനും പുതിയ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള പരിശീലനവും വിവരങ്ങളും നേടാനും കഴിയും. അവർക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരാവുന്നതാണ്. രാഹുൽജി നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നു. രാഹുൽജി, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ സുരക്ഷിതമായ രീതിയിൽ സൂക്ഷിക്കുക, ഇതും വലിയൊരു ടാസ്ക് ആണ്. ഇതെങ്ങനെ സാധിക്കും? മഖാന മാത്രമല്ല, ഏതൊരു ഭക്ഷ്യ ഉൽപ്പന്നം എടുത്താലും അതിൻ്റെ ഗുണനിലവാരവും അതിൻ്റെ ഷെൽഫ് ലൈഫും അതിൻ്റെ ക്വാളിറ്റി കൂടുതൽ കാലം നിലനിർത്തണമെന്ന് നാം ഓർമ്മിക്കണം. ഇതിനായി അതിൻ്റെ ശരിയായ സംഭരണം ആവശ്യമാണ്. നമ്മൾ അത് സൂക്ഷിക്കുന്ന സ്ഥലം വൃത്തിയായിരിക്കണം. എലികൾ അല്ലെങ്കിൽ ഏതെങ്കിലും കീടങ്ങൾ ഉണ്ടായിരിക്കരുത്. യാതൊരു തരത്തിലുമുള്ള കണ്ടാമിനേഷൻ ഉണ്ടാകരുത്. ഈർപ്പം കാരണം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചേക്കാമെന്നതിനാൽ ഇത് ആരോഗ്യകരമായ ഒരു സ്ഥലമായിരിക്കണം. മഖാനയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഈർപ്പം കുറവാണ്. അതിലെ ഈർപ്പം വളരെ കുറവാണ്. അതിനാൽ സംഭരണ സമയത്ത് പുറത്തുനിന്നുള്ള ഈർപ്പം അതിനെ കുതിർക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ അത് ക്രിസ്പിയായിരിക്കില്ല, സോഫ്റ്റായി പോകും. അതുകൊണ്ട് നമ്മൾ നല്ല പാക്കേജിംഗ് ഉപയോഗിക്കണം. എയർ ടൈറ്റ് പാക്കേജ് ഉപയോഗിക്കണം. വാക്യൂം പാക്കിങ്ങും ചെയ്യാവുന്നതാണ്. അങ്ങനെ അതിൻ്റെ ഷെൽഫ് ലൈഫ് നിലനിൽക്കുകയും അതിൻ്റെ ഫ്രഷ്നെസ് നിലനിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇതിലൂടെ നിർമ്മിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഏതൊരു ഉൽപ്പന്നവും എക്സ്പയറി ഡേറ്റിനുള്ളിൽ തന്നെ ഉപയോഗിച്ച് തീർക്കണം. വളരെയധികം ശ്രമങ്ങളുണ്ട്. അത് മുഖേന വളരെയധികം കാര്യങ്ങൾ നടക്കും. മഖാനയുടെ കൃഷി എന്ന് പറഞ്ഞാൽ വളരെ അധ്വാനമുള്ള ഒരു ജോലിയാണ്. ആദ്യം ജലാശയങ്ങളിൽ വിത്ത് വിതയ്ക്കേണ്ടതാണ്. പിന്നെ ഏകദേശം 8 മുതൽ 9 മാസം കഴിഞ്ഞ് ചെടിയിൽ കായ്കൾ വരുമ്പോൾ വാട്ടർ ഹയാസിന്ത് പോലുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് അവയെ പുറത്തെടുക്കുന്നു. അതിനുശേഷം നടക്കുന്നു ഉണക്കൽ, വറുക്കൽ, തൊലികളയൽ എന്നിവ നടക്കുന്നു. ഈ അധ്വാനത്തിനെല്ലാം ശേഷമാണ് തയ്യാറാകുന്നത് മൊരിഞ്ഞതും പോഷക സമൃദ്ധവുമായ മഖാന തയ്യാറാകുന്നു. ഇപ്പോൾ മഖാനയുടെ പ്രോസസ്സിംഗ് യൂണിറ്റുകളും വരാൻ തുടങ്ങി. അതിലൂടെ ബീഹാറിലെ യുവാക്കൾക്ക് തൊഴിലും ലഭിക്കുന്നുണ്ട്. ബീഹാറിലെ ദർഭംഗ, സമസ്തിപൂർ, സഹർസ, അരരിയ, കട്ടിഹാർ, മധുബനി, സുപോൾ, പൂണിയ, മുസഫർപൂർ, പിന്നെ കിഷൻഗഞ്ച് പോലുള്ള ജില്ലകളിൽ മഖാന മാർക്കറ്റുകൾ വളരെയധികം വികസിക്കുന്നുണ്ട്. അവിടെ ദില്ലി, മുംബൈ, ബാംഗ്ലൂർ അടക്കമുള്ള വലിയ നഗരങ്ങളിലേക്ക് ബീഹാറിലെ മഖാന തന്റെ സ്ഥാനം കൈയടക്കി കഴിഞ്ഞു. ഫോക്സിനെട്ട് എന്ന പേരിൽ വിദേശത്തും ഇതിന്റെ ആവശ്യം വേഗത്തിൽ വളരുന്നുണ്ട്. അപ്പോൾ 4ാമത്തെ സെഗ്മെന്റിൽ നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ സംസാരിക്കുകയായിരുന്നു മഖാനയുമായി ബന്ധപ്പെട്ട വിപണനം, ഗുണനിലവാരം, കയറ്റുമതി, നയപരമായ വിഷയങ്ങളെക്കുറിച്ച്. ഈ സെഗ്മെന്റിൽ വളരെ വിശിഷ്ടാതികൾ എന്നോടൊപ്പം ഉണ്ട്. ഞാൻ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ രാജേഷ് കുമാർ വിശ്വകർമ്മ. 3ാമത്തെ സെഗ്മെന്റിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടി അങ്ങേക്ക് സ്വാഗതം. ഡോക്ടർ വിദ്യാനന്ദ് ഝാ നമ്മോടൊപ്പം ചേരുന്നു. മുൻ പ്രധാന അധ്യാപകനാണ് MLSM കോളേജ് ദർഭംഗയിൽ നിന്ന്. സർ, അങ്ങേക്ക് സ്വാഗതം. രാജീവ് രഞ്ജൻ ഝാ എന്നോടൊപ്പം ചേരുന്നു. സംരംഭകനാണ്. സർ, അങ്ങേക്ക് സ്വാഗതം ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക്. ഏറ്റവും ആദ്യം ഡോക്ടർ രാജേഷ് അങ്ങയുടെ അടുത്തേക്ക് വരികയാണ്. ഭാരതത്തിൽ മഖാനയുടെ ഗുണനിലവാരത്തിനുള്ള മാനദണ്ഡം എന്താണ്? 1965 മുമ്പ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മഖാനയ്ക്ക് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ഇത് ആരംഭിച്ചത്. അതിൽ പ്രധാന മാനദണ്ഡങ്ങൾ ഇനി പറയുന്നവയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ എത്ര എണ്ണ ഉണ്ടായിരിക്കണം, എത്ര സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർക്കാം, അതിനുശേഷം സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്തതിനു ശേഷം അത് വറുക്കുമ്പോൾ എത്ര ഈർപ്പം ഉണ്ടായിരിക്കണം, അത് ഏത് തരത്തിലുള്ള പാക്കേജിങ്ങിലായിരിക്കണം, അതിൻ്റെ പേരുകൾ എന്താണ്, ഇവയെല്ലാം അക്കാലത്ത് നിർവചിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം അതൊരിക്കലും മാറ്റിയിട്ടില്ല. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ മാനദണ്ഡങ്ങൾ അത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പക്ഷേ 2023 ഈ അധികാരം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ FSSAIയിലേക്ക് പോയി. അതിനാൽ FSSAI വന്നു. ഇന്ത്യയിലെ നമ്മുടെ വിപണിയിൽ വിൽക്കുന്ന എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും FSSAIയുടെ ലൈസൻസ് എടുക്കേണ്ടത് നിർബന്ധമാണ്. ലൈസൻസ് എടുക്കുന്നതിനൊപ്പം അവയിലെ മാനദണ്ഡങ്ങളും നിർബന്ധമായും പാലിക്കണം. ഒരു കർഷകൻ നമ്മോടൊപ്പം ചേരുന്നു. സൗരവ് ഭൂഷൺ ലഹരിയ സരായിൽ നിന്നാണ്. സൗരവ്, സ്വാഗതം. ചോദ്യം ചോദിച്ചോളൂ. മഖാനയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ എവിടെയൊക്കെയാണ് ലഭ്യമായിരിക്കുന്നത്? ഇപ്പോൾ ലഭ്യമായ ആദ്യത്തെ ടെസ്റ്റിംഗ് ലബോറട്ടറി നിങ്ങളുടെ ഭാഗൽപൂരിലെ ബീഹാർ കാർഷിക സർവകലാശാലയിലാണ്. പക്ഷേ അത് ഇതുവരെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കണമെങ്കിൽ അത് ഏതെങ്കിലും MLA ലാബിലോ റെഫ്രിജറേറ്റർ ലാബിലോ ലഭ്യമാണ്. കൽക്കട്ടയിലും ദില്ലിയിലും അതുപോലെ മറ്റു നഗരങ്ങളിലും ധാരാളം ലാബുകളുണ്ട്. അത് അവിടേക്ക് അയച്ചാൽ
അവർ അത് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ടെസ്റ്റ് ചെയ്തു തരും. ഡോക്ടർ ഝാ, അങ്ങേക്ക് വലിയ അനുഭവമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മഖാനയുടെ ഗുണനിലവാരമായാലും ഉൽപാദനമായാലും എത്ര വലിയ മാറ്റമാണ് ഈ 10 വർഷം കൊണ്ട് അങ്ങേക്ക് കാണാൻ കഴിയുന്നത്? നോക്കൂ, മഖാന ഷുഗറൂപ്പിൽ നിന്ന് ഞങ്ങൾ പറയുന്നു, ഇത് ഗ്ലോബലൈസേഷൻ്റെയും ലീഗലൈസേഷൻ്റെയും യുഗമാണെന്ന് നമ്മൾ പറയുന്നു. ഗ്ലോബലൈസേഷൻ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഏതെങ്കിലും ഉൽപ്പന്നത്തിനോ വ്യക്തിക്കോ വ്യവസ്ഥയ്ക്കോ ഒരു ചെറിയ ഗുണമെങ്കിലും ഉണ്ടെങ്കിൽ അത് അധികകാലം മറച്ചുവെക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാ മഖാനയുടെ സമയം വന്നിരിക്കുന്നു. മഖാന കോവിഡിന് ശേഷം അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. കോവിഡ് വന്ന് നിരവധി പേർ മരിച്ചു. പല സമ്പന്ന രാജ്യങ്ങളിലെയും അവിടുത്തെ ജനങ്ങളുടെ പ്രതിരോധശേഷി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് മരണസംഖ്യയും കൂടി. ഇന്ത്യയിൽ താരതമ്യേന കുറച്ചാളുകൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ. ശരി, മഹേശ്വർ ഠാക്കൂർ നമ്മോടൊപ്പം ചേരുന്ന ഒരു കർഷകനാണ്. മഹേശ്വർജി, സ്വാഗതം. അങ്ങേക്ക് ചോദ്യം ചോദിച്ചോളൂ. ഭാരത സർക്കാർ പല വിധത്തിലുമുള്ള ബോർഡുകൾ രൂപീകരിച്ച് നടത്തുന്നുണ്ട്. പക്ഷേ അറിയാൻ കഴിഞ്ഞു മഖാന ബോർഡും ഉടൻ രൂപീകരിക്കുകയാണെന്ന്. ഇതിലൂടെ ഞങ്ങൾ മഖാന കർഷകർക്ക് എന്ത് ഗുണമാണ് കിട്ടുക? മഖാനയുടെ വിപുലീകരണത്തിൻ്റെ സാധ്യതകളും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നേരിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദർഭംഗയിൽ വന്നിരുന്നു. ആതിഥ്യ മര്യാദയ്ക്ക് പേരുകേട്ട ഈ പ്രദേശം വളരെ മനോഹരമായ രീതിയിൽ മഖാനയുടെ ഒരു മാലയും അവരെ അണിയിച്ചു. ഇതിനെല്ലാം വേണ്ടിയുള്ള അപേക്ഷയും മഖാന ബോർഡിന് വേണ്ടിയുള്ള അപേക്ഷയും വളരെ കാലമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പോയി ഇത്തവണത്തെ 2025-26 ബജറ്റിൽ അത് നിർദ്ദേശിച്ചു. അത് പാസ്സാക്കുകയും ചെയ്തു. മഖാന ബോർഡ് രൂപീകരിച്ചതിലൂടെ സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥ ഉൽപ്പാദകരുടെ പ്രശ്നങ്ങളിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനാകും എന്നതാണ്. ഇത് വളരെ പ്രധാനമാണ്. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ കുട്ടികൾ പഠനം ഉപേക്ഷിച്ച് അവിടെ തന്നെ തുടരുന്നു. ഇക്കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഈ പ്രശ്നങ്ങളൊക്കെ പ്രൈമറിലി അഡ്രസ്സ് ചെയ്യപ്പെടും. അതാണ് ഞാൻ ഇതിൻ്റെ പ്രത്യേകതയായി കാണുന്നത്. രാജീവ് ജി, അഥവാ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഏതൊരു കർഷകനും അവർക്ക് മാർക്കറ്റിംഗ് വളരെ ആവശ്യമാണ്. ആഭ്യന്തര വിദേശ വിപണിയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഏറ്റവും ആദ്യം നമ്മളിരിക്കുന്ന പ്രദേശം മിഥിലാഞ്ചൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിഥിലാഞ്ചൽ തന്നെയാണ് ഏറ്റവും ടോപ്പ് കൺസ്യൂമർ. നമ്മുടെ ആദ്യത്തെ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ ശരത് പൂർണിമ ദിനത്തിൽ മിഥിലയിൽ ഒരു പകലും ഒരു രാത്രിയും കൊണ്ട് ഏറ്റവും കൂടുതൽ മഖാന കഴിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതിനെ കോജാഗര എന്ന് വിളിക്കുന്നു. അതിനുശേഷം ബീഹാർ, ബംഗാൾ, UP എന്നിവയോട് ചേർന്നുള്ള സംസ്ഥാനങ്ങൾ. ഞാൻ രാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നീട് നമ്മുടെ മെട്രോപൊളിറ്റൻ നഗരങ്ങളായ മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ മഖാന ലഘുഭക്ഷണമായും ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഇതിലേക്ക് പുതിയ സംസ്ഥാനങ്ങൾ കൂടി ചേരുന്നു. ഗുജറാത്തും ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും മുമ്പത്തേക്കാൾ കൂടുതൽ മഖാന കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അന്താരാഷ്ട്ര വിപണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപഭോഗം അന്താരാഷ്ട്ര വിപണിയിലാണ്. അത് നമ്മുടെ UAE ആണ്. ഏറ്റവും കൂടുതൽ ഉപഭോഗം ചെയ്യുന്നത് US ആണ്. തൊട്ടുപിന്നിൽ UK-യും അതിനുശേഷം പുതിയ രാജ്യങ്ങളായ ഓസ്ട്രേലിയയും കാനഡയും ഈ പട്ടികയിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ രീതിയിൽ ദേശീയ അന്തർദേശീയ വിപണികളിൽ ശരാശരി 15% വിപണി വളർന്നിരിക്കുന്നു. ശരി, നമ്മുടെ പ്രേക്ഷകരോട് ഇത് പറയുകയാണ്. ഇന്ന് ഭാഗ്യവശാൽ നമ്മോടൊപ്പമുണ്ട്, പ്രേക്ഷകരുടെ ഇടയിലിരിക്കുന്നു പ്രശാന്ത് അമരേക്കർജി. അദ്ദേഹം ഭാരത സർക്കാരിന്റെ അഡീഷണൽ കമ്മീഷണറാണ്. അപ്പോൾ പ്രശാന്ത് ജി, വളരെയധികം സ്വാഗതം അങ്ങേക്ക്. നോക്കൂ, 2025 ബജറ്റ് സമ്മേളനത്തിൽ മഖാന ബോർഡ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള കൃഷി ചൗപ്പാലിലെ ഈ ചർച്ച വളരെ പ്രധാനമാണ്. നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു കർഷകനും ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ചർച്ചയിലൂടെയും നയപരമായ തീരുമാനങ്ങൾ എടുക്കാനാകും. രണ്ടാമതായി, കാലാവസ്ഥാ വ്യതിയാനവും മഖാനയുടെ സാങ്കേതിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക ഇടപെടലും മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനായി ധാരാളം ഗവേഷണം ആവശ്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനായി ICAR ഗവേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. നമ്മളുടെ ചില കർഷക സഹോദരന്മാർ ചോദിച്ച മൂന്നാമത്തെ പ്രധാന കാര്യം പരിശീലനത്തിന്റെ പ്രയോജനം നമുക്ക് എങ്ങനെ ലഭിക്കും എന്നതാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും കർഷകരുടെ ഉൽപാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം, കാർഷിക ഉൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കാം, അവരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് തുടർച്ചയായ ചർച്ച നടക്കുന്ന തരത്തിലാണ്.
കർഷകക്ഷേമത്തിനായുള്ള ഞങ്ങളുടെ എല്ലാ പരിപാടികളും ഇതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇന്ത്യയിൽ 730-ലധികം ജില്ലകളിൽ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ടെന്നും കാർഷിക സാങ്കേതിക മാനേജ്മെന്റ് ഏജൻസിയായ ATMAയുടെ പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊന്നിലേക്കും ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്കും കർഷകർക്ക് പരിശീലനം, പ്രദർശനം, കർഷക ശാസ്ത്രജ്ഞരുമായുള്ള ആശയവിനിമയം, എക്സ്പോഷർ സന്ദർശനങ്ങൾ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലേക്കും ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കും കർഷകർക്ക് എക്സ്പോഷർ വിസിറ്റിനുള്ള വ്യവസ്ഥയും ഒരുക്കിയിട്ടുണ്ട്. നമ്മോടൊപ്പം ഡോക്ടർ രാജേഷുമുണ്ട്. ഡോക്ടർ രാജേഷ്, സത്യത്തിൽ നമ്മൾ മഖാനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മഖാനയ്ക്ക് GI ടാഗ് പോലുള്ള എന്തെങ്കിലും വ്യവസ്ഥകൾ ഉണ്ടോ? മഖാനയ്ക്ക് GI ടാഗ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേര് മിഥില മഖാന എന്നാണ്. അതായത് മഖാന മിഥിലാഞ്ചലിൽ ഉൽപ്പാദിപ്പിക്കുകയോ വളർത്തുകയോ ചെയ്താൽ ഇവിടെ നിന്നാണ് ഇതിൻ്റെ ലോവ ഉണ്ടാക്കുന്നതെങ്കിൽ ബീഹാർ കാർഷിക സർവകലാശാലയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ അതിനുണ്ട്. നിങ്ങൾ ഇതിൽ ചേരുകയാണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ഐഡൻറ്റിറ്റി. അമേരിക്കയിൽ വിറ്റാൽ ഇത് മിഥില മഖാന ആണെന്നും മിഥില മേഖലയിൽ നിന്നാണ് വന്നതെന്നും അതിൽ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി അവിടെ വരെ എത്തും. ഡോക്ടർ വിദ്യാനന്ദ, സത്യത്തിൽ നമ്മൾ ഇതിനെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്? പിന്നെ എന്ത് ആഗോള ഭൂപടത്തിലും പിന്നെ വിദേശത്താകമാനവും അംഗീകരിക്കുന്നോ സൂപ്പർ ഫുഡായി, അതോ നമ്മൾ പറയുന്നതാണോ? തീർച്ചയായും ഇതൊരു സൂപ്പർ ഫുഡാണ്. ഇത് പറയുന്നത് നമ്മൾ മാത്രമല്ല, നമ്മൾ ഇത് പറയുന്നത് പോലെ ലോകം മുഴുവൻ ഇത് അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിലെ പ്രോട്ടീൻ ഏകദേശം 10% വസ്തുത എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ആ അളവ് വളരെ കൂടുതലല്ലായിരിക്കും, പക്ഷേ അതിൻ്റെ ഗുണനിലവാരം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പരിപ്പ് കറിയും ചോറും ഒരുമിച്ച് കഴിക്കുന്നു, കൂടെ പച്ചക്കറികളും കഴിക്കുന്നു. ചോറ് മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല, പയർവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അവ ഒരുമിച്ച് കഴിക്കണം. സമീകൃതാഹാരത്തിൻ്റെ മറ്റു വിഭവങ്ങളും ആവശ്യമാണ്. നമ്മൾ പലതരം ഭക്ഷണങ്ങൾ കഴിക്കണം. നമ്മുടെ വീട് ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെയാണ് പ്രോട്ടീൻ. അത് നമ്മുടെ ശരീരത്തിന് നിർമ്മിക്കപ്പെടാത്ത അമിനോ ആസിഡുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ഭക്ഷണത്തിൻ്റെയും മൂല്യം അതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. മഖാനയിലെ അമിനോ ആസിഡുകളുടെ അനുപാതം ഏകദേശം 90 ഇത് ഈ വിഭവത്തെ മത്സ്യം, മാംസം, മുട്ട എന്നിവയ്ക്ക് തുല്യമാക്കുന്നു. പ്രോട്ടീനിൻ്റെ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ ഇത് ഏതാണ്ട് കൊഴുപ്പ് ഇല്ലാത്തതാണ്. ഏകദേശം 0.1%, 0.2% മാത്രമേ ഉള്ളൂ. ഡയബറ്റിക് ഉള്ളവർക്ക് കഴിക്കാമോ? പ്രമേഹത്തിനുള്ള ആൻറ്റി ഡയബറ്റീസ് കോമ്പൗണ്ട്സ് അടുത്തിടെ HBSE ഹൈഡ്രോക്സി ബെറ്റൂലിനിക് ആസിഡ് ബീറ്റയുടെ പ്രൈസ് ഈ കോമ്പൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞു. അത് ഇതിലുണ്ട്. പ്രമേഹത്തിൽ കാണപ്പെടുന്നു. ഹൃദ്രോഗങ്ങളിൽ ഗുണം ചെയ്യും. സോയാബീൻ പോലെ തന്നെ ഇതിൻ്റെ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് വിളിക്കുന്നു. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നാൽ ഭക്ഷ്യമരുന്നുകൾ എന്നാണ് അർത്ഥം. അത് ഭക്ഷണവും ഔഷധവുമാണ്. നമുക്ക് അത്യാവശ്യമായ അമിനോ ആസിഡുകൾ പോലെ നിരവധി ആവശ്യ ഫാറ്റി ആസിഡുകൾ അതിൻ്റെ സീഡ് കോട്ടിൽ പോലും കാണപ്പെടുന്നു. ഫാറ്റി ആസിഡുകളും നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഫാറ്റി ആസിഡുകൾ അതിൻ്റെ സീഡ് കോട്ടിൽ കാണപ്പെടുന്നു. ഇതേപ്പറ്റിയുള്ള ഗവേഷണത്തിൻ്റെ പല ഡയമെൻഷനുകളും തുറക്കപ്പെടുകയാണ്. നിങ്ങളേവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും വളരെയധികം നന്ദി സമയം കണ്ടെത്തി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ പ്രതീക്ഷയോടെ അടുത്ത ചൗപ്പാലിൽ പെട്ടെന്ന് കണ്ടുമുട്ടാം. ഈ വിശ്വാസം എപ്പോഴും എനിക്കുണ്ട്. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. യൂട്യൂബിൽ ഈ പരിപാടി കാണുന്നവർക്ക് ഇതിന്റെ ലിങ്ക് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. കാര്യം നിങ്ങൾക്ക് ഗുണമുള്ളതാണ്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്. നമസ്കാരം.